അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ മേജർ വർക്കൊന്നുമില്ല. മേജർ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ്, ടിങ്കറിങ് അങ്ങനെ വർക്കൊന്നുമില്ല. മെയിനായിട്ട് മെക്കാനിക്കൽ വർക്ക് മാത്രമാണ് ഇതിനകത്തുള്ളത്. തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി വന്നിട്ടുള്ളത്. 2002 മോഡൽ വണ്ടിയാണ്. നമ്മുടെ ടൈപ്പ് 1 ഉള്ള മോഡൽ വണ്ടിയാണ്. ഈ വണ്ടി പ്രത്യേകിച്ചും ഓടിക്കാനൊരു പ്രത്യേക സുഖമാണ്. പോളിസി 2004 അപേക്ഷിച്ചിട്ട് ഇതിനൊരു പ്രത്യേക പുള്ളിങ്ങും അതുപോലെ തന്നെ ഓടിക്കാനും ഭയങ്കര രസമാണ് ഈ ഒരു മോഡൽ വണ്ടിക്ക്. ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി ടൈപ്പ് 1ഉം അതുപോലെ തന്നെ 2002, 1, 2000 ആ മോഡലുള്ള വണ്ടിയൊക്കെ നല്ലൊരു സ്മൂത്താണ്. അത് ഓടിച്ച ആ ഒരു മോഡലുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അത് എൻജിൻ്റെ പവറാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു പ്രത്യേക പവറിലാണ് ഓടുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് മെക്കാനിക്കൽ വർക്കാണ്. അതുപോലെ തന്നെ സൈലൻസർ ഇതിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടി വരുമ്പോൾ സൈലൻസർ മഫ്ലറിന് അവിടെ നിന്ന് ഫുള്ളായി കട്ടായിട്ട് തൊങ്ങിയിരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മഫ്ലർ ഉള്ളിലും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ മഫ്ലർ മാറ്റിയിട്ടുണ്ട്, സൈലൻസറിൻ്റെ മഫ്ലർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഫ്ലർ ഒറിജിനൽ കിട്ടാനില്ല, സാധാരണ നോർമലേ കിട്ടുള്ളൂ. അത് ഒറിജിനലിൻ്റെ പെർഫെക്ഷൻ അതിനകത്ത് വരില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മഫ്ലർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിക്കി കംപ്ലൈൻ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റേജിൽ നമുക്കിത് പെയിൻറ്റിങ്ങും ടിങ്കറിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഡിക്കിയൊക്കെ മാറ്റി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഡിക്കിയുടെ കാര്യമൊന്നും ചെയ്തില്ല. ഡിക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്ന് ബെൻഡാവാണ് ഫുള്ളായിട്ട്. എന്ന് വെച്ചാൽ നല്ല ഹെവി വെയിറ്റ് ഉള്ളതാണ് നമ്മുടെ കോളിസിൻ്റെ ഡിക്കിയൊക്കെ. അത് അടയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ് ബെൻഡായിരിക്കണം. അപ്പോൾ ഡിക്കി നേരെ അടയുന്നില്ല. അത് പിന്നെ ഒരു ദിവസം എന്തായാലും ഡിക്കി മാറേണ്ടി വരും. ഇത് നല്ല പാച്ചുണ്ട് ഈ ഭാഗത്ത്, കണ്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് നല്ല പാച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിക്കി മാറണം. അപ്പോൾ ആ സമയത്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യാമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ഇപ്പോൾ മെക്കാനിക്കൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 50-55 രൂപയുടെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു വരുമ്പോൾ കടപൂട എന്നുള്ളൊരു സൗണ്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു മൊത്തം. പിന്നെ ബ്രേക്ക്, ഡിസ്ക് റോട്ടറെല്ലാം കംപ്ലീറ്റ് പോയി. അങ്ങനെ കുറേ വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കണം. വണ്ടി എങ്ങനെയുണ്ട്, എന്താണെന്നുള്ളത്, നമ്മൾ വർക്ക് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഓടിച്ച് നോക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ആ സൗണ്ടോ കാര്യങ്ങളുണ്ടോയെന്നുള്ള കാര്യം നമുക്ക് നോക്കാനായിട്ട്. വീൽ അലൈൻമെൻറ്റൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വാട്ടർ വാഷ് ചെയ്തിട്ട് വേണം കസ്റ്റമർക്ക് കൊടുക്കാനായി. എന്തായാലും നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കും എല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു, സ്ട്രക്കായിരുന്നു. അതെല്ലാം നമ്മൾ സെറ്റാക്കി, ഹാൻഡ് ബ്രേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് ഓക്കെയാണ്. പിന്നെ എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും എല്ലാം മാറിയപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ പ്രത്യേക സുഖം പറഞ്ഞാൽ പ്രത്യേക. ഈ ഒരു മോഡൽ ഭയങ്കര പുള്ളിങ് കൂടെ. നമ്മൾ 2004 വണ്ടി ഓടിക്കുന്നതിനേക്കാളും പ്രത്യേക ഒരു സുഖമാണ് ഈ മോഡൽ വണ്ടി ഓടിക്കാനായിട്ട്. വല്ലാത്ത വലിച്ചു കൊണ്ടുപോകുന്നൊരു ഫീല് നമുക്ക് കിട്ടും. അത് ഇനിയിപ്പോൾ നിങ്ങൾ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ വണ്ടി ഓടിച്ചിട്ട് 2004 വണ്ടി ഓടിക്കുമ്പോൾ ചിലർ പറയും വണ്ടിക്ക് പുള്ളിങ് ഇത്തിരി കുറവാണ്, എന്താണെന്നുള്ളത് നോക്കാൻ പറയും. ആ വണ്ടിക്ക് ആ ഒരു ലെവലേ കിട്ടുള്ളൂ. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല പുള്ളിങ് തന്നെ ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ RX 100 ഒക്കെ ഓടിക്കുന്ന അതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് നമുക്ക് ഇതിന് കിട്ടും. നമ്മളിപ്പോൾ AC ഇട്ടിട്ട് തന്നെയാണ് ഓടിക്കുന്നത്, എന്നാലും അത്യാവശ്യം നമ്മൾ കാല് കൊടുക്കുമ്പോൾ കുതിച്ച് കയറില്ലേ, ആ ഒരു ഫീലിംഗ് ഇതിനകത്ത് നല്ലവണ്ണം ഫീൽ ചെയ്യും. നല്ല വ്യത്യാസം ഉണ്ടാവും. വണ്ടി എന്തായാലും ഫുള്ള് സൈലൻ്റായി. ബാക്കിലെ ഡിക്കിയുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം പക്കയാണ്. ഡിക്കി അത് മാറ്റേണ്ട കണ്ടീഷനാണ്. കസ്റ്റമർ അടുത്ത് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഇപ്പോൾ മാറ്റണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് നോക്കിയിട്ട് ചെയ്യാം, പെയിൻറ്റിങ്ങിന് വരുമ്പോൾ ഡിക്കിയും കൂടെ ചെയ്തിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാം ഓക്കെ തന്നെയാണ്. പിന്നെ കൂളിങ്ങും AC-യുടെ കൂളിങ്ങും എല്ലാം പക്കായിട്ട് തന്നെ ഉണ്ട്. മെക്കാനിക്കൽ വർക്കും വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 15 ദിവസത്തോളം ആയി കേട്ടോ. 2-3 സാധനം കിട്ടാത്തത് കൊണ്ട് ഇത്തിരി ഡിലേ ആയി കിട്ടാനായിട്ട്. അതുകൊണ്ട് കുറച്ച് വൈകി. അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഏത് മെക്കാനിക്കൽ വർക്കാണെന്നുണ്ടെങ്കിലും ഒരാഴ്ച കൊണ്ടൊക്കെ തീർത്ത് കൊടുക്കുന്നതാണ്. എനിക്ക് ഇത് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റിയില്ല, ഏകദേശം 2 ആഴ്ചത്തോളം ആയി. അതുപോലെ തന്നെ ക്ലച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. അത് അപ്പോൾ തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോഴും അതുപോലെ തന്നെ ഓടിക്കുമ്പോഴും അതിൻ്റെ ഫീലിംഗ് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. ക്ലച്ചും എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറ്റിയാൽ തന്നെ വണ്ടിയുടെ ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും. വണ്ടി ഓടിക്കാനായിക്കോട്ടെ എല്ലാം കൊണ്ടും.
പിന്നെ സസ്പെൻഷൻ പാർട്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാർട്സുകൾ മാറ്റിയത് ലിങ്ക് റോഡിന്റെ പുഷ് അതൊക്കെയാണ് പെട്ടെന്ന് കോളേജിന് പോവുക. ബാക്കി ഈ ലോവർ ആംബോൾ ജോയിന്റ് അപ്പർ ആംബോൾ ജോയിന്റ് ബിസ്കിറ്റുകളൊന്നും അധികം പെട്ടെന്ന് പോവില്ല. സ്റ്റെബിലൈസറിലേക്കാണ് കൂടുതലും അടി വരുന്നത്. സ്റ്റെബിലൈസറിന്റെ ലിങ്ക് റോഡ് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള സർവീസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്താൽ മതി. ആ ഡിക്കിയുടെ സൗണ്ട് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം പക്കയാണ്. പിന്നെ ഇതിൽ റൂഫ് LCD വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്, കിടുകിട് നാടുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഹെവി വെയിറ്റ് ഉള്ള സാധനമാണ്. അവിടെ ഒരു ബോൾട്ട് ഫ്രണ്ടിൽ മാത്രം ബോൾട്ടിനിട്ട് ഇടാൻ പറ്റുള്ളൂ. അതിലൊരു ഫ്രെയിം വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കിടുകിടുന്ന് ആടുന്നുണ്ട്. സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗണ്ടുകളും കംപ്ലീറ്റും സോൾവ് ആയിട്ടുണ്ട്. ഡിക്കിയുടെ സൗണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ ടൈം ബെൽറ്റ് പ്രത്യേകിച്ച് ചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം ബെൽറ്റിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. 1,51,000 കിലോമീറ്റർ. അപ്പോൾ 1,50,000 കിലോമീറ്ററിൽ കറക്റ്റ് വാണിംഗ് ലൈറ്റ് കത്തിയതാണ്. അത് 1000 കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുണ്ട്. പക്ഷേ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടുണ്ട്. ഒറിജിനൽ ബെൽറ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷേങ്കിൽ വാണിംഗ് ലൈറ്റ് കെടുത്തിയിട്ടില്ല. അതാണ് സംഭവം ഉണ്ടായത്. അതാണ് കസ്റ്റമർക്കും ഡൗട്ടായത്. പിന്നെ നമ്മൾ എന്തായാലും അതിൻ്റെ ക്യാമോൾസിന് ലീക്ക് ഉണ്ടായിരുന്നു. ആ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഒറിജിനൽ സാധനം തന്നെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മീറ്ററിൽ വരുന്ന ആ ചിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ചിപ്പ് പോലത്തെ ഒരു സാധനമാണ്. അത് 2 കണക്ടർ ഉണ്ടാവും. ഒരെണ്ണത്തിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറ്റേ എന്താണ് 1,50,000 റീഡിങ് വാണിംഗ് ലൈറ്റ് വന്നിട്ട് നമ്മൾ തിരിച്ച് വേറെ കുത്തി കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ നിന്ന് ഒരു 1.5 ലക്ഷം കിലോമീറ്ററിൽ വീണ്ടും വാണിംഗ് ലൈറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ 3 ലക്ഷം കിലോമീറ്ററിൽ വീണ്ടും വാണിംഗ് ലൈറ്റ് തെളിയും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അല്ലാതെ റീസെറ്റ് ചെയ്യുന്ന പരിപാടിയല്ല. ഒരു ചിപ്പ് പോലത്തെ ഒരു സാധനമാണ്. അത് എടുത്ത് മാറ്റി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാണിംഗ് ലൈറ്റ് പോയിട്ട് അടുത്ത ഒരു 3 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും ആ വാണിംഗ് ലൈറ്റ് തെളിയും. അങ്ങനെയാണ് പോളിസിൻ്റെ ലെവൽ വരുന്നത്. നമ്മുടെ ബാക്കിയുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റീസെറ്റ് ചെയ്യുക. പിന്നെ ഒരു കംപ്ലൈൻറ്റ് കൂടുതലായിട്ടും കോളേജിൽ വയറിങ്ങിൽ ഫോൾട്ടിൽ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ ലൈറ്റ്, ഹീറ്റർ പ്ലഗിൻ്റെ ലൈറ്റ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ ലൈറ്റും കൂടെ തെളിയും. ടൈമിംഗ് ബെൽറ്റിൻ്റെ ലൈറ്റും കൂടെ തെളിഞ്ഞ് കാണിക്കും. ഈ 3 ലൈറ്റ് തെളിഞ്ഞ് കാണിക്കും മൊത്തത്തിൽ. അത് വരുന്നത് ബാറ്ററിയുടെ അടിയിലൊരു ജംഗ്ഷൻ വരുന്നുണ്ട്, ഓൾട്ടർനേറ്റർ എന്ന് വരുന്ന ഒരു ജംഗ്ഷൻ. അതിൻ്റെ വയറിങ്ങിൻ്റെ ഫോൾട്ട് വരുമ്പോഴാണ് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ടൈം ബെൽറ്റ് കണ്ടെന്ന് പറഞ്ഞിട്ട് ടൈം ബെൽറ്റ് മാറാൻ നിൽക്കേണ്ട. ആ വയറിങ് ഇഷ്യൂ ആണ്. ടൈം ബെൽറ്റ് എപ്പോഴും തെളിയുന്നത് 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്ററിലെ ടൈം ബെൽറ്റ് തെളിയുള്ളൂ. അതിനിടയിൽ തെളിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാണിംഗ് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓൾട്ടർനേറ്ററിൻ്റെ ബാക്കിലും ഒരു കപ്ലർ വരുന്ന 3 പിന്ന് വരുന്ന 3 വയർ വരുന്ന കപ്ലർ, അതിൻ്റെ വയർ കട്ടായാലും സെയിം ലൈറ്റ് കത്തും. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ആ ബാറ്ററിൻ്റെ താഴെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്, ഒരു വൈറ്റ് കളർ കപ്ലർ, ഇത്തിരി വലിയ ജംഗ്ഷൻ. അതിന് എന്തെങ്കിലും ഒരു ക്ലാവ് പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്ട് കിട്ടാതിരിക്കുക, അങ്ങനെ വരുമ്പോഴും ഈ സെയിം ഇഷ്യൂ വരും. ഈ വാണിംഗ് ലൈറ്റ് കത്തും. അപ്പോൾ അത് വയറിംഗ് ഇഷ്യൂ ആണ്. വയറിംഗ് ഇഷ്യൂ നോക്കിയാൽ മതി. അതിൽ തന്നെ ക്ലിയർ ആവും. നമുക്ക് ടൈം ബെൽറ്റ് മാറാനുള്ള ലൈറ്റ് അല്ല അത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി എന്തായാലും വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വാട്ടർ വാഷ് ചെയ്യുക, വണ്ടി ഡെലിവറി ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.